നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനം 21-22 തീയതികളിൽ ചേർത്തല പട്ടണത്തിൽ നടക്കുകയാണ്. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് തുടക്കം. പൂച്ചാക്കലിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. 19 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 152 പേർ പങ്കെടുക്കുന്നു. പാണവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ കെ രാജപ്പൻ നായർ നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ അമേരിക്കൻ ആക്രമണത്തിന്റെ പദ്ധതി ഉക്രൈനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആ നീക്കം മനസ്സിലാക്കിയതോടുകൂടി റഷ്യൻ പ്രസിഡന്റ് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവിൽ ഒപ്പുവെക്കുകയുണ്ടായി. വേണ്ടി വന്നാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്നാണ്. ആണവായുധം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സമീപകാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജപ്പാനിൽ നാഗസാക്കിയിലും ഹിരോഷിമയിലും എല്ലാം ഉണ്ടായ സംഭവവികാസം കഴിഞ്ഞതിന് ശേഷം ഇന്നേ വരെ യുദ്ധരംഗത്ത് നേരിട്ട് ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അറ്റോമിക് എനർജി ഉപയോഗിച്ചുള്ള വിസ്ഫോടനവും കാര്യങ്ങളെല്ലാം ലോകത്തെ പല രാജ്യങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഒരു യുദ്ധമുഖത്ത്, സംഘർഷമുഖത്ത് ആണവായുധങ്ങൾ പ്രയോഗിച്ച ചരിത്രമില്ല. അങ്ങനെ പ്രയോഗിച്ചാൽ അത് റഷ്യയുടെ അതിർത്തിയിലോ ഉക്രൈൻ അതിർത്തിയിലോ മാത്രം നിൽക്കില്ല എന്ന ആശങ്ക ഇന്ന് ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി R. നാസർ, G. വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ MLA, അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, അഡ്വക്കേറ്റ് AM ആരിഫ്, NR ബാബുരാജ്, P. ഷാജിമോഹൻ, AS സാബു, PM പ്രമോദ്, PG മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി B. വിനോദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടരും. വൈകിട്ട് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും ചുവപ്പ് സേനാ മാർച്ചും ബഹുജന റാലിയും ആരംഭിക്കും. പൂച്ചാക്കൽ ടൗണിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T. ശശിധരൻ മുഖ്യപ്രസംഗം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷനാവും.